അവിടെ സുതപ്പൻ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ചായ കുടിക്കാൻ ഒന്നിനും നിന്നില്ല കേട്ടോ. നേരെ അവൻ്റെ സൈക്കിളിന് എന്തൊക്കെയോ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ശരിയാക്കാൻ കൊടുക്കാൻ വേണ്ടി പോയിട്ട് വന്നത് ഇപ്പോൾ ഒരു 7 മണിയായപ്പോഴാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ വൈകുന്നേരത്തേക്കുള്ള രാത്രിയിലത്തേക്കുള്ള കപ്പയും മീൻകറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കാമെന്നൊക്കെ കരുതി. ഈ മീൻകറി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ സ്പെഷ്യൽ രീതിയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ മീൻകറിയുടെ വീഡിയോ ഞാൻ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ലോങ് വീഡിയോ ആയിട്ട് വേറൊരു ദിവസം ചെയ്യാം. അപ്പം നല്ല കുറുകുറാന്നിരിക്കുന്ന ചാളക്കറി, നല്ല നെയ്യൊക്കെ ഉള്ള ചാള കേട്ടോ. സൂപ്പർ ചാളയായിരുന്നേ. അങ്ങനെ ചാളക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കപ്പയിൽ ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല കേട്ടോ. ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ഈ മീൻകറീൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനായിരിക്കും കുറച്ച് നന്നായിരിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല കുരുമുളകൊക്കെ ഇട്ട നല്ല പച്ച കുരുമുളകൊക്കെ അരച്ച നല്ല ചാളക്കറിയും കപ്പയും ഒക്കെ കൂട്ടി നമ്മളൊരു 7:30 മണിയായപ്പോഴേക്കും ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കാമെന്ന് കരുതി കേട്ടാ. പിന്നിന് രാത്രി വിശക്കുമ്പോൾ ചോറ് തിന്നാന്ന് കരുതി കേട്ടാ. പിന്നെ ഈ കപ്പയും മീൻകറിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും? നിങ്ങൾ പറ. എനിക്കങ്ങനെ സമാധാനം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാനും സുതപ്പൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാനിരുന്നപ്പോൾ ഉണ്ടടാ സുതപ്പൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗാവട്ടെ സുധു കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അങ്ങനെ കഴിക്കണപ്പോഴെനിക്ക് തോന്നി സംഭവം കിടുക്കാച്ചിയായിരിക്കും. എൻ്റെ ഒരു സ്പെഷ്യൽ രീതിയിൽ സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ട് ചെയ്തൊരു മീൻകറിയാണ് കേട്ടോ. ഇനി ആരെങ്കിലും ഇത് വീഡിയോ എന്നേക്കാളും മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റേതായ ഒരു രീതിയിലൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞേക്കുമ്പോൾ അതൊരു മനസ്സിനൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ വേണമെങ്കിൽ എല്ലാവരും പറയണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.